ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 42 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 43 മുതൽ 49 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وأنه هو أضحك وأبكى وأنه هو أمات وأحيا وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى وأن عليه النشأة الأخرى وأنه هو أغنى وأقنى وأنه هو رب الشعرى. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, സത്യനിഷേധികളായ ആളുകളോട് അള്ളാഹുവിൻ്റെ ചോദ്യം ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്നുള്ള രൂപത്തിൽ. എന്നിട്ട് ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, അവരോട് അള്ളാഹു ചോദിക്കുകയാണ്, ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല എന്നും ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിന് മാത്രമാണ് പ്രതിഫലം ലഭിക്കുക എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ആ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ലേ എന്നുള്ള കാര്യം. മാത്രമല്ല, ഏറ്റവും അവസാനം അള്ളാഹുവിങ്കിലേക്കാണ് എല്ലാവരുടെയും മടക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ക്ലാസ്സിൽ നമ്മൾ അത് അവസാനിപ്പിച്ചത്. ശേഷം അള്ളാഹു പറയുന്നു, അതിൻ്റെ ബാക്കിയായിക്കൊണ്ട് തന്നെ, വ അന്നഹു ഹുവ അദ്ഹക വ അബ്ക. വ അന്നഹു, വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ തൊട്ട് മുമ്പത്തെ ആ കാര്യങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് ഇതും. അന്ന എന്നുള്ളതിന് തീർച്ചയായും എന്നുള്ള അർത്ഥം കൊടുക്കാം, അല്ലെങ്കിൽ എന്ന് എന്നുള്ള അർത്ഥം കൊടുക്കാം. ഹു, അവൻ. അപ്പോൾ വ അന്നഹു, അവനാണെന്നും. അവിടെ ഒന്നുകിൽ തീർച്ചയായും അവൻ എന്നും എന്നർത്ഥം കൊടുക്കാം, അല്ലെങ്കിൽ അവനാണെന്നും എന്ന രൂപത്തിലും അർത്ഥം കൊടുക്കാം. അന്ന എന്നുള്ളതിന് എന്ന് എന്നുള്ള അർത്ഥവും കൊടുക്കാം, തീർച്ചയായും എന്നുള്ള അർത്ഥവും കൊടുക്കാം. ഹുവ, അവൻ. അപ്പോൾ വീണ്ടും അവൻ എന്ന് ആവർത്തിച്ചു വന്നു. അപ്പോൾ അവൻ തന്നെ. വ അന്നഹു ഹുവ, അവൻ തന്നെയാണെന്നും, അല്ലെങ്കിൽ തീർച്ചയായും അവൻ എന്നും. അദ്ഹക, ലഹിക്ക എന്ന് പറഞ്ഞാൽ ചിരിച്ചു എന്നാണ്. അദ്ഹക, ചിരിപ്പിച്ചു. വ അബ്ക, വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. അബ്ക, കരയിപ്പിച്ചു. വ അബ്ക, കരയിപ്പിച്ചതും. അപ്പോൾ വ അന്നഹു ഹുവ അദ്ഹക വ അബ്ക, തീർച്ചയായും ചിരിപ്പിച്ചതും കരയിപ്പിച്ചതും അവൻ തന്നെയാണെന്നും, അല്ലെങ്കിൽ അവൻ തന്നെയാണ് ചിരിപ്പിച്ചതും കരയിപ്പിച്ചതും എന്നും. അടുത്ത ആയത്തിൽ വ അന്നഹു ഹുവ അമാത വ അഹ്യ. വ അന്നഹു ഹുവ, അത് ഇവിടെയും ആവർത്തിച്ചു വന്നു. തൊട്ട് മുമ്പത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, വ അന്നഹു ഹുവ, തീർച്ചയായും അവനാണെന്നും, അല്ലെങ്കിൽ അവൻ തന്നെയാണെന്നും. അമാത, മരിപ്പിക്കുന്നു, അല്ലെങ്കിൽ മരിപ്പിച്ചു. വ അഹ്യ, വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. അഹ്യ, ജീവിപ്പിച്ചു. അപ്പോൾ അമാത വ അഹ്യ, മരിപ്പിച്ചു ജീവിപ്പിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ മരിപ്പിക്കുന്നു ജീവിപ്പിക്കുകയും ചെയ്യുന്നു. മുതാരിയായ രൂപത്തിൽ അതിനർത്ഥം കൊടുക്കാം, മാതിയാണെങ്കിലും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ അന്നഹു ഹുവ അമാത വ അഹ്യ, തീർച്ചയായും മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അവൻ തന്നെയാണെന്നും, അല്ലെങ്കിൽ അവൻ തന്നെയാണ് മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നത് എന്നും, അല്ലെങ്കിൽ മരിപ്പിച്ചതും ജീവിപ്പിച്ചതും തീർച്ചയായും അവൻ തന്നെയാണെന്നും. അടുത്ത ആയത്ത് വ അന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ. വ അന്നഹു, തീർച്ചയായും അവനാണെന്നും. ഖലഖ, സൃഷ്ടിച്ചു. അപ്പോൾ വ അന്നഹു ഖലഖ, അവൻ സൃഷ്ടിച്ചു എന്നും, അല്ലെങ്കിൽ തീർച്ചയായും അവൻ സൃഷ്ടിച്ചു എന്നും. അസ്സൗജൈനി, സൗജ്, ഇണ. സൗജാനി, സൗജൈനി എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് ഇണകൾ. അസ്സൗജൈനി, രണ്ട് ഇണകളെ. അസ്ദക്കറ വൽ ഉൻസ, ആണും പെണ്ണുമായി. അസ്ദക്കറ, ആണ്. വൽ ഉൻസ, വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. ഉൻസ, പെണ്ണ്. അപ്പോൾ അസ്ദക്കറ വൽ ഉൻസ, ആണും പെണ്ണും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ അന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ, ആണും പെണ്ണും എന്ന രൂപത്തിൽ രണ്ട് ഇണകളെ സൃഷ്ടിച്ചത് അവൻ തന്നെയാണ്, അല്ലെങ്കിൽ തീർച്ചയായും അവനാണ് ആണും പെണ്ണുമായി രണ്ട് ഇണകളെ സൃഷ്ടിച്ചത്. മിൻ നുത്ഫത്തിൻ ഇദാ തുംന. മിൻ നുത്ഫത്തിൻ, നുത്ഫ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തുള്ളി, അല്ലെങ്കിൽ കണിക, കണം. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. മിൻ നുത്ഫത്തിൻ, ഇന്ദ്രിയത്തിൽ നിന്ന്, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, കണികയിൽ നിന്ന്.
ഒരു കണത്തിൽ നിന്ന്. ഇസാ തുംന, അംന എന്ന് പറഞ്ഞാൽ തെറിപ്പിച്ചു അല്ലെങ്കിൽ ശ്രവിപ്പിച്ചു എന്നൊക്കെയാണ്. അതിൻ്റെ മുളാരി യുംനി, തെറിപ്പിക്കും, തെറിപ്പിക്കുന്നു, ശ്രവിക്കുന്നു അല്ലെങ്കിൽ ശ്രവിപ്പിക്കുന്നു. അതിൻ്റെ മജ്ഹൂൽ രൂപം യുംന, തുംന എന്നൊക്കെയാണ് വരിക. തുംന എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗാക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ താഴ് കൊടുത്തത്. യുംന എന്ന് പറഞ്ഞാലും തുംന എന്ന് പറഞ്ഞാലും അർത്ഥം വരിക ശ്രവിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ തെറിപ്പിക്കപ്പെടുന്നു. ഇതാ തുംന, ശ്രവിപ്പിക്കപ്പെട്ടാൽ, തെറിപ്പിക്കപ്പെട്ടാൽ. അപ്പോൾ മിൻ നുത്ഫത്തിൻ ഇതാ തുംന എന്ന് ഒന്നിച്ച് പറയുമ്പോൾ ശ്രവിപ്പിക്കപ്പെടുന്ന കണികയിൽ നിന്ന് അല്ലെങ്കിൽ ശ്രവിപ്പിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്ന്, തെറിപ്പിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്ന്. അടുത്ത ആയത്ത് വ അന്ന അലൈഹി നഷ്അത്തൽ ഉഖ്റ, വ അന്ന തീർച്ചയായും ആണെന്നും അല്ലെങ്കിൽ എന്നും. അലൈഹി, അലൈഹി എന്ന് പറഞ്ഞാൽ ശരിക്ക് അവൻ്റെ മേൽ കർത്തവ്യമാണ്, അവൻ്റെ മേൽ ബാധ്യതയാണ് അല്ലെങ്കിൽ അവൻ്റെ ജോലിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അതിൻ്റെ അർത്ഥം. അൻ നഷ്അത്ത് ഉൽപ്പത്തി, ഉണ്ടാക്കൽ, നിർമ്മിക്കൽ, ഉയർത്തെഴുന്നേൽപ്പിക്കൽ എന്നിവിടെ അർത്ഥം കൊടുക്കാം. അൽ ഉഖ്റ മറ്റേ അല്ലെങ്കിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ മറ്റൊരിക്കൽ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ അന്ന അലൈഹി നഷ്അത്തൽ ഉഖ്റ, മറ്റൊരിക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കൽ അവൻ്റെ കർത്തവ്യമാണ് എന്നും അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കൽ തീർച്ചയായും അവൻ്റെ കർത്തവ്യമാണെന്നും. അടുത്ത ആയത്ത് വ അന്നഹു ഹുവ അഗ്ന വ അഖ്ന, വ അന്നഹു ഹുവ തീർച്ചയായും അവനാണെന്നും. അഗ്ന, അഗ്ന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം നൽകി അല്ലെങ്കിൽ ധന്യമാക്കി. അപ്പോൾ ഇവിടെ ഐശ്വര്യമേകുന്നു അല്ലെങ്കിൽ ധന്യമാക്കുന്നു എന്നൊക്കെ അർത്ഥം കൊടുക്കാം. ഐശ്വര്യം നൽകുന്നു, ഐശ്വര്യം നൽകിയെന്നോ ഐശ്വര്യം നൽകുന്നു എന്നൊക്കെ അർത്ഥം കൊടുക്കാം. വ അഖ്ന, അഖ്ന എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. പല ഖുർആൻ വ്യാഖ്യാതാക്കളും അതിന് പല അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന് സംതൃപ്തി നൽകി എന്നാണ്, മറ്റൊന്ന് തൃപ്തിപ്പെടുത്തി, മറ്റൊന്ന് സൂക്ഷിക്കാൻ കൊടുത്തു അല്ലെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കൂലേ ആ രൂപത്തിലുള്ള സ്വത്ത് നൽകി. ശാന്തി അരുളി, മറ്റൊരർത്ഥം ആവശ്യത്തിനേക്കാൾ കൂടുതൽ കിട്ടി അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞ് വീണ്ടും കിട്ടി. മറ്റൊരർത്ഥം ഈ അഗ്ന എന്നുള്ളതിൻ്റെ നേർ വിപരീതം. അഗ്ന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം നൽകി എന്നാണല്ലോ, അതിൻ്റെ നേർ വിപരീതം അഖ്ന, ദാരിദ്ര്യം നൽകി അല്ലെങ്കിൽ ദരിദ്രനാക്കി. ഇതിൽ ഏതർത്ഥവും ഇവിടെ യോജിക്കും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ അന്നഹു ഹുവ അഗ്ന വ അഖ്ന, തീർച്ചയായും ഐശ്വര്യം നൽകിയതും സംതൃപ്തി നൽകിയതും അവൻ തന്നെയാണെന്നും അല്ലെങ്കിൽ തീർച്ചയായും ഐശ്വര്യം നൽകിയതും ദാരിദ്ര്യം നൽകിയതും അവൻ തന്നെയാണെന്നും. അടുത്തായത്ത് വ അന്നഹു ഹുവ റബ്ബു ഷിഅറ, വ അന്നഹു ഹുവ നിശ്ചയമായും അവനാണെന്നും. റബ്ബു ഷിഅറ, റബ്ബ് രക്ഷിതാവ്, നാഥൻ. അഷിഅറ, ഷിഅറ നക്ഷത്രത്തിൻ്റെ. ഷിഅറ നക്ഷത്രം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മലയാളത്തിൽ ചോതി നക്ഷത്രം എന്ന് പറയാറില്ലേ, ഇംഗ്ലീഷിൽ സൈറസ് അല്ലെങ്കിൽ സിറിയസ്, ഡോഗ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന ആ നക്ഷത്രം. അതിന് മറ്റു പേരുകളുമുണ്ട് അറബിയിൽ. മിർസമുൽ ജൗസ, അൽ കൽബുൽ അക്ബർ, അൽ കൽബുൽ ജബ്ബാർ, അഷ്യറൽ അബൂർ, ആ രൂപത്തിലൊക്കെ അതിന് പേരുകളുണ്ട്. അപ്പോൾ തീർച്ചയായും അവൻ ആ ഷിയറ നക്ഷത്രത്തിൻ്റെ രക്ഷിതാവാണ് എന്നും. ഇതാണ് പദങ്ങളുടെ അർത്ഥം. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. നോക്കൂ, നിങ്ങൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും വേദഗ്രന്ഥങ്ങളിൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വേദഗ്രന്ഥം തൗറാത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ചില ഏടുകൾ നൽകി. അവയിലുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എന്നുള്ള രൂപത്തിലാണ് പല കാര്യങ്ങളും അവിശ്വാസികളോട് അള്ളാഹു ചോദിക്കുന്നത്. കാരണം അവർക്കതറിയാം. അതിനോട് ചേർത്ത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയില്ലേ, ഇതൊക്കെ അതിലുള്ളത് തന്നെയാണ്. തൗറാത്തിലും അതുപോലെയുള്ള വേദഗ്രന്ഥങ്ങളിലുമൊക്കെയുള്ള അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏടുകളിലൊക്കെയുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചിട്ട് വീണ്ടും അള്ളാഹു അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എടുത്തു പറയുന്നത്. വ അന്നഹു ഹുവ അദ്ഹക വ അബ്ക, തീർച്ചയായും അള്ളാഹുവാണ് ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും. എന്ന് പറഞ്ഞാൽ എന്താണ്? ചിരിപ്പിക്കുക, കരയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ എടുക്കാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് സന്തോഷം നൽകുന്നതും ദുഃഖം നൽകുന്നതും അള്ളാഹുവാണ്. നമ്മൾ സാധാരണ ഈമാൻ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് പറയാറില്ലേ, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസം, ഖദറിലുള്ള വിശ്വാസം. അപ്പോൾ നന്മയും തിന്മയും ഒരാൾക്ക് സംഭവിപ്പിക്കാൻ
അത് അള്ളാഹു വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ലഭിക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോഴൊക്കെ അത് തന്നതിനെ തടയാനോ ഇല്ലാത്തതിനെ എടുക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് അതിൻ്റെ മുഴുവൻ നിയന്ത്രണം ഉള്ളത്. അപ്പോൾ അവനാകുന്നു സങ്കടം നൽകുന്നതും സന്തോഷം നൽകുന്നതും, അവനാകുന്നു സൗഭാഗ്യം നൽകുന്നത് ദൗർഭാഗ്യം നൽകുന്നത്. അത് നിങ്ങൾക്കറിയില്ലേ? അത് ആ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഇവിടെ നോക്കൂ, ചിരിയെയാണ് ആദ്യം പറഞ്ഞത്, അദ്ഹക വ അബ്ക. അതിനെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചിരിക്കലാണ് അധികം, കരയിൽ കുറവാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നാളെ പരലോകത്ത് ഓർത്തുകൊണ്ട് കരയുന്ന ആളുകൾ കുറവായിരിക്കും, അല്ലെങ്കിൽ കരയുന്ന സന്ദർഭങ്ങൾ കുറവായിരിക്കും. എന്നാൽ ഈ ലോകത്തുള്ള സുഖങ്ങളിൽ ആളുകൾ സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണ് കൂടുതലായിട്ടുണ്ടാവുക. അതുകൊണ്ട് ശ്രദ്ധ ആദ്യം തന്നെ ആ ഒരു ചിരിയിലേക്ക് കൊണ്ടുപോയി, സന്തോഷത്തിലേക്ക് കൊണ്ടുപോയി. അവനാണ് ആ സന്തോഷം നൽകുന്നത്, അവനാണ് സങ്കടങ്ങൾ നൽകുന്നത്, അല്ലെങ്കിൽ അവനാണ് നമുക്ക് നന്മയും തിന്മയും ഒക്കെ നൽകുന്നത്. അവൻ്റെ അറിവോടുകൂടിയാണ് അതൊക്കെ നടക്കുന്നത്. അവൻ നമുക്ക് ഗുണമാവട്ടെ ദോഷമാവട്ടെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ അതിനെ തടയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അവൻ ഏതെങ്കിലും ഒരു കാര്യം തടഞ്ഞു വച്ചാൽ അത് അവനിൽ നിന്ന് വാങ്ങിത്തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. ശരി, അടുത്ത ആയത്ത് വ അന്നഹു ഹുവ അമാത വ അഹ്യ. തീർച്ചയായും അവൻ തന്നെയാകുന്നു മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും. ഇത് മുൻ വേദഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ ചിന്തയെ തൊട്ടുണർത്തുന്ന കാര്യമാണ്. അള്ളാഹുവാണ് മരിപ്പിക്കുന്നത്, അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നത്. മറ്റൊരാൾക്കും ആ രൂപത്തിൽ ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹു നൽകിയ ഒരു ജീവൻ അള്ളാഹു തന്നെ വിചാരിച്ചാലേ അത് നഷ്ടപ്പെടുള്ളൂ. അള്ളാഹു നൽകാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ അള്ളാഹു വിചാരിച്ചാലേ ഒരാൾക്ക് ജീവൻ നൽകാൻ പറ്റുള്ളൂ. ഒരു ഉറുമ്പിന് പോലും ജീവൻ നൽകാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ലല്ലോ. അപ്പോൾ അള്ളാഹു ആകുന്നു മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും. വ അന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ. മറ്റൊരു ദൃഷ്ടാന്തം, അവനാകുന്നു ആൺ പെൺ എന്നീ രൂപത്തിൽ ഇണകളെ സൃഷ്ടിച്ചത്. നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ അത്ഭുതമല്ലേ? മനുഷ്യന്മാരിൽ മാത്രമല്ല, മൃഗങ്ങളിലാവട്ടെ പക്ഷികളിലാവട്ടെ മരങ്ങളിലാവട്ടെ മറ്റുള്ള എല്ലാറ്റിലും ഇണകളുണ്ട്. എല്ലാറ്റിനെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത് എന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ചിലതെല്ലാം നമുക്കറിയാം, ചിലത് നമുക്കറിയില്ല. അപ്പോൾ എല്ലാറ്റിനെയും ഇണകളായിട്ട് അള്ളാഹു സൃഷ്ടിച്ചു. അത് വലിയൊരു ദൃഷ്ടാന്തമാണ്. അതില്ലായിരുന്നുവെങ്കിൽ, ഇപ്പോൾ രാത്രിക്കൊരു പകലില്ലായിരുന്നുവെങ്കിൽ, ഒരു ആൺ പെൺ എന്നീ രണ്ട് രൂപത്തിലുള്ള വിഭാഗം ഇല്ലായിരുന്നുവെങ്കിൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവ പൂരകങ്ങളാണ് പരസ്പരം, ഇണകൾ രണ്ടും കൂടെ ചേരുമ്പോഴാണ് ശരിക്കൊരു പൂർണ്ണതയിലേക്ക് എത്തുക. അപ്പോൾ ഇണകളായിട്ട് സൃഷ്ടിച്ചു എന്നുള്ളത് വലിയൊരു ദൃഷ്ടാന്തമാണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും അതിനകത്ത്, ഈ ഇണകളാക്കി എന്നുള്ള കാര്യത്തിൽ തന്നെ. മിൻ നുത്ഫത്തിൻ ഇദാ തുംന. ഈ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അള്ളാഹു സൃഷ്ടിക്കുന്നത് മിൻ നുത്ഫത്തിൻ ഇദാ തുംന, സ്രവിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറിക്കപ്പെടുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ്. അപ്പോൾ അണ്ടവും ബീജവും തമ്മിൽ കൂടിച്ചേർന്നുണ്ടാവുന്ന ഒരു കണം, ആ ഒരു കണത്തിൽ നിന്നാണ് സ്ത്രീയെയും പുരുഷനെയും ഒക്കെ അള്ളാഹു മാറ്റുന്നത്. ഇനി ഇത് അണ്ടത്തെയും ബീജത്തെയും ഉദ്ദേശിച്ചാണ് ഇവിടെ നുത്ഫ എന്ന് ഉപയോഗിച്ചതുണ്ടെങ്കിൽ രണ്ടും സ്രവിക്കപ്പെടുന്ന രണ്ട് ഇന്ദ്രിയത്തുള്ളികളാണെന്ന് പറയാം, രണ്ടും സ്രവിക്കപ്പെടുന്ന രണ്ട് കണങ്ങളാണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കണത്തിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞുള്ള ആ ഒരു സൈഗോട്ട്, അതൊരൊറ്റ കണാണ്, ഒരൊറ്റ ഇന്ദ്രിയത്തുള്ളിയായിട്ട് അതിനെ പറയാം. അതിൽ നിന്നാണ് പിന്നീട് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെയൊക്കെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. നമുക്ക് അത് മുഴുവൻ ഇവിടെ വിശദീകരിക്കാനുള്ള സമയമല്ല. വ അന്ന അലൈഹിൻ നഷ്അത്തൽ ഉഖ്റ. മറ്റൊരിക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കൽ അവൻ്റെ കർത്തവ്യമാണ്. നോക്കൂ, നിങ്ങൾ ഈ തൊട്ട് മുമ്പുള്ള രണ്ട് ആയത്തുകളോട് ചേർത്തുകൊണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, സൃഷ്ടിപ്പ് അവൻ ചെയ്യുന്നു, അവൻ തന്നെയാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മറ്റൊരിക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കൽ അവൻ്റെ കർത്തവ്യമാകുന്നു, അല്ലെങ്കിൽ അത് അവനാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാമല്ലോ. രണ്ടാമതൊരിക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ
അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. എപ്പോഴും ആദ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കുമ്പോഴല്ലേ കുറച്ചൊക്കെ പ്രയാസം ഉണ്ടാവുള്ളൂ. അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ രണ്ടാമതൊരിക്കൽ കൂടി ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രയാസം ഉണ്ടാവില്ലല്ലോ. നമ്മളെന്തെങ്കിലും സംഗതികൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴല്ലേ കുറച്ച് പ്രയാസം ഉണ്ടാവുക. അതുകൊണ്ട് ഇവിടെ സൃഷ്ടിപ്പ് നടത്തിയത് അവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത ആയത്തിൽ മറ്റൊരിക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കൽ അവൻ്റെ കർത്തവ്യമാണ് എന്ന് പറയുമ്പോൾ അതിലൂടെ നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരിക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ യാതൊരു പ്രയാസമില്ല. ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയ ആ ഒരു ആൾക്ക് രണ്ടാമതൊരിക്കൽ കൂടെ ഉണ്ടാക്കാൻ യാതൊരു പ്രയാസമില്ല നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കലൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു പരലോകമൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് കൃത്യമായി ചിന്തിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത്. വ അന്നഹു ഹുവ അഗ്ന വ അഖ്ന, അവനാകുന്നു ഐശ്വര്യം നൽകുന്നതും ദാരിദ്ര്യം നൽകുന്നതും, അല്ലെങ്കിൽ അവനാകുന്നു ഐശ്വര്യം നൽകുന്നതും തൃപ്തിപ്പെടുത്തുന്നതും സംതൃപ്തി നൽകുന്നതും അല്ലെങ്കിൽ ശാന്തി നൽകുന്നതും. ഇവിടെ ഐശ്വര്യം നൽകുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഐശ്വര്യം തന്നെ ആവണമെന്നില്ല. ശരിക്കുള്ള ഐശ്വര്യം എന്ന് പറഞ്ഞാൽ മാനസികമായ ഐശ്വര്യമാണ്. അപ്പോൾ മനസ്സിന് സന്തോഷം നൽകുന്നതും അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ നൽകുന്നതും ഒക്കെ അള്ളാഹുവാണ് എന്നുള്ള രൂപത്തിൽ നമുക്കവിടെ മനസ്സിലാക്കാം. ഇനി സാമ്പത്തികമായ രൂപത്തിലുള്ള മെച്ചമാണെങ്കിൽ അങ്ങനെ ഒരു സാമ്പത്തികമായ ധന്യത നൽകുന്നത് അള്ളാഹു തന്നെയാണ്. അപ്പോൾ ഏത് അർത്ഥവും അവിടെ യോജിക്കുമെന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറയുന്നു വ അന്നഹു ഹുവ റബ്ബു ഷിഅറ, അവനാകുന്നു ഷിഅറ നക്ഷത്രത്തിൻ്റെ റബ്ബ്, രക്ഷിതാവ്. എന്താണ് അതിനെടുത്ത് പറയാൻ കാരണം? പുരാതന ഈജിപ്തുകാരും ജാഹിലിയ അറബികളുമൊക്കെ ഈ ഷിഅറ നക്ഷത്രത്തെ ആരാധിച്ചു പോന്നിരുന്നു. അതിനൊരു വലിയ സ്ഥാനം നൽകിയിരുന്നു. അവരുടെ ഭാഗ്യങ്ങളിലും നിർഭാഗ്യങ്ങളിലുമൊക്കെ ആ നക്ഷത്രത്തിന് പങ്കുണ്ടെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. ഈ നക്ഷത്രം ഏറ്റവും തിളക്കം കൂടിയ നക്ഷത്രങ്ങളിൽപ്പെട്ടതാണ്. നമ്മുടെ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ 23 ഇരട്ടി പ്രകാശമുണ്ട് ഈ ഷിഅറ നക്ഷത്രത്തിന് എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ അത് കുറേ അകലത്തിലായതുകൊണ്ടാണ് സൂര്യനെപ്പോലെ നമുക്കതിനെ കാണാത്തത്. ഭൂമിയിൽ നിന്ന് ഷിഅറ നക്ഷത്രത്തിലേക്കുള്ള അകലമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലമൊക്കെ വളരെ ചെറുതാണ്. കാരണം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം എത്തുന്നത് 8 മിനിറ്റും 20 സെക്കൻഡും എടുത്തിട്ടാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സൂര്യനിലെ പ്രകാശം നമ്മുടെ ഭൂമിയിൽ എത്തുമെന്നർത്ഥം. അതേസമയം ഷിഅറ നക്ഷത്രത്തിൽ നിന്ന് ഒരു പ്രകാശം ഭൂമിയിലെത്താൻ 8 വർഷത്തിലധികം കാലെടുക്കും. നോക്കൂ നിങ്ങൾ. അപ്പോൾ സൂര്യനേക്കാൾ എത്ര അകലത്തിലായിരിക്കും? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റും 20 സെക്കൻഡും ഏതാനും മിനിറ്റുകൾ കൊണ്ടെത്തുന്നുണ്ട്. എന്നാൽ ഷിഅറ നക്ഷത്രത്തിൽ നിന്ന് പുറപ്പെട്ടൊരു പ്രകാശം നമ്മുടെ ഭൂമിയിലെത്താൻ 8 വർഷത്തിലധികം എടുക്കും. അപ്പോൾ അത്രയും അകലത്തിലാണ് ആ നക്ഷത്രം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നായിട്ട് പോലും സൂര്യനേക്കാൾ 23 ഇരട്ടി പ്രകാശം ഉണ്ടായിട്ട് പോലും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെ അത്ര തിളക്കം അതിന് തോന്നാത്തത്. അപ്പോൾ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ ഷിഅറ നക്ഷത്രത്തിൻ്റെ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നതിലേക്കാണ് അള്ളാഹു അവരുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ വലിയ കാര്യമായിട്ടെടുക്കുന്ന ആ ഷിഅറ നക്ഷത്രം ഉണ്ടല്ലോ, അതിനെപ്പോലും സൃഷ്ടിച്ചവനുണ്ട്. ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലാതെ ഷിഅറ നക്ഷത്രം എന്നുള്ളത് അവൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ആ സൃഷ്ടിയെയല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, അതിൻ്റെയും കൂടെ സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നതിലേക്കാണ് ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഈ കാര്യങ്ങളൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും നൽകിയ വേദങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ? അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ ജീവിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ഇനി നമുക്ക് ഈ ആയത്തുകളുടെ പാരായണ നിയമങ്ങൾ നോക്കാം. വ അന്നഹു, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമ്മളെടുത്ത ഈ ക്ലാസ്സിൽ പല ആയത്തുകളുടെയും തുടക്കത്തിൽ നോക്കൂ വ അന്നഹു എന്നുണ്ട്, ഒരു സ്ഥലത്ത് വ അന്ന എന്നുണ്ട്. ഈ അന്ന എന്നുള്ളിടത്തൊക്കെ നൂനിൻ്റെ ഷദ് മണിക്കുക. ഹു എന്നുള്ളിടത്ത് അത് ഹ ഉലമീറാണ്. അതിനെ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. കാരണം അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അപ്പോൾ ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാണ്. ഇനി ബാക്കി വരുന്ന ആവർത്തിച്ച് വരുന്ന സ്ഥലങ്ങളിലൊന്നും അത് പറയൂല. വ അന്നഹു എന്നുള്ള സ്ഥലത്തും വ അന്ന എന്നുള്ള സ്ഥലത്തും നമ്മൾ മനസ്സിലാക്കുക. വ അന്ന എന്നുള്ള സ്ഥലത്തൊക്കെ ആ നൂനിൻ്റെ ഷദ് മണിക്കുക. ഹു എന്ന് വരുന്ന സ്ഥലത്ത് ഹ ഉലമീർ ചേർത്ത് വരുന്ന സ്ഥലത്തൊക്കെ ആ ഹ ഉലമീറിനെ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. ഹുവ അദ്ഹക വ അബ്ക, അബ്ക എന്നുള്ളിടത്ത് ബാഇന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. വെളിവാക്കി പറയണം, കുറച്ച് എടുത്ത് പറയണം. ബ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. വ അബ്ക വ അന്നഹു ഹുവ അമാത വ അഹ്യ വ അന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ. അവിടെ സാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ഉൻ എന്ന് പറയില്ല,
ഊസ അവ്യക്തമാക്കിയിട്ട് നൂനെ പറയാം. ഊസ. അടുത്തായത് മിൻ നുത്തുഫത്തിൻ. അവിടെ മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂനുണ്ട്. നുത്തുഫത്തിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ലമ്മുള്ള നൂനുണ്ട്. അവിടെ ഷെദ് ശരിക്കില്ല കേട്ടോ, അത് പിന്നീട് വന്നതാണ്. എങ്ങനെയെന്ന് പറയാം. അപ്പോൾ നുത്തുഫത്തിൻ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ലമ്മുള്ളൊരു നൂനാണ്. അപ്പോൾ നമുക്ക് പറയാം മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂന്, അതിനുശേഷം ലമ്മുള്ള നൂന്. അപ്പോൾ ഹരക്കത്തുള്ള നൂനിൻ്റെ തൊട്ട് മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. എന്ത് ചെയ്യണം? ഇദ്ഗാം ബിഗുന്ന. ആദ്യത്തെ ആ സുക്കൂനുള്ള നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ചേർത്ത് മണിക്കലോട് കൂടെ പറയാം. പക്ഷേ ഇവിടെ രണ്ടും നൂനുകളായതുകൊണ്ട് ആ രണ്ടാമത്തെ നൂന് ഷെദ് കൊടുത്താൽ മതി. എന്നിട്ട് ഷെദ് കൊടുത്താൽ എന്തായാലും മണിച്ചിട്ടാണല്ലോ പറയാം. അതുകൊണ്ട് അങ്ങനെ വന്നപ്പോഴാണ്, ആദ്യത്തെ നൂനിനെ ലയിപ്പിച്ചപ്പോഴാണ് രണ്ടാമത്തെ നൂനിന് ഷെദ് വന്നത്. അപ്പോൾ നമ്മളവിടെ പാരായണം ചെയ്യുമ്പോൾ മിന്നുത്തുഫത്തിൻ മിന്നുത്തുഫത്തിൻ. ഇനി ത്വാഇന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം. അപ്പോൾ ത് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. മിന്നുത്തുഫത്തിൻ, ത് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കുക. നുത്തുഫത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് തെൻവീന് വന്നാൽ ഇൽഹാറാണ് നിയമം, വെളിവാക്കി പറയണം. എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അപ്പോൾ നുത്തുഫത്തിൻ എൻ നുത്തുഫത്തിൻ. ഇദാ തുംന വ അന്ന അലൈഹിൻ നഷ്അത. അവിടെ ഷദ്ദുള്ള നൂന് വന്നു, മണിക്കലോട് കൂടെ പറയാം. അൻ നഷ്അത അൽ ഉഖ്റ വ അന്നഹു ഹുവ അഗ്ന വ അഖ്ന. അഖ്ന എന്നുള്ളിടത്ത് ഖാഫിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം. ഖ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അഖ്ന. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ 3 കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ വന്നു അല്ലേ. തുടക്കത്തിൽ തന്നെ അബ്ക, അവിടെ ബാഇന് സുക്കൂന് വന്നു. പിന്നെ നുത്തുഫത്തിൻ എന്ന് പറഞ്ഞപ്പോൾ താഇന് സുക്കൂന് വന്നു. ഇവിടെ അഖ്ന എന്നുള്ളിടത്ത് ഖാഫിന് സുക്കൂന് വന്നു. ഇനി എത്ര അക്ഷരങ്ങളാണ് ബാക്കിയുള്ളത്? കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ 5 എണ്ണമാണ്. ഖുത്തുബുജദ്, ഖാഫ് ത്വാ ബാ ജീമ് ദാല്. അതിൽ ആദ്യത്തെ 3 എണ്ണം ഇവിടെ വന്നു. ഖാഫും ത്വാവും ബാവും വന്നു. ഇനി ജീമും ദാലും കൂടിയാണ് ഇവിടെ വരാൻ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനെ വെളിവാക്കി പറഞ്ഞോർത്താൽ മതി. വ അന്നഹു ഹുവ റബ്ബുശ്ശിഅറ. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വ അന്നഹു ഹുവ അദ്ഹക വ അബ്ക വ അന്നഹു ഹുവ അമാത വ അഹ്യാ വ അന്നഹു ഖലഖ സൗജൈനി الذكر والأنثى മിൻ നുത്ഫത്തിൻ ഇദാ തുംനാ വ അന്ന അലൈഹിൻ നഷ്അതൽ ഉഖ്റ വ അന്നഹു ഹുവ അഗ്ന വ അഖ്ന വ അന്നഹു ഹുവ റബ്ബുശ്ശിഅറ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വ അന്നഹു ഹുവ അദ്ഹക വ അബ്ക വ അന്നഹു ഹുവ അമാത വ അഹ്യ വ അന്നഹു ഖലഖ സൗജൈനി. ഖലഖ സൃഷ്ടിച്ചു. എന്തിനെയാണ് സൃഷ്ടിച്ചത്? 2 ഇണകളെ. 2 ഇണകൾ എന്നുള്ളതിന് അടിസ്ഥാനപരമായിട്ട് പറയാം സൗജാനി എന്നാണ്. സൗജുൻ ഒരു ഇണ, സൗജാനി 2 ഇണകൾ. പക്ഷേ ആ സൗജാനി എന്ന് പറയുമ്പോൾ അത് റഫ് കിട്ടിയ രൂപത്തിലാണെന്നാണ് പറയാം. അതിനെ നെസ്ബിൻ്റെയോ ജെറിൻ്റെയോ രൂപത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ സൗജാനി എന്നുള്ളതിനെ സൗജൈനി എന്നാണ് പറയാം. കലമാനി എന്ന് പറഞ്ഞാലും 2 പേനകളാണ്, കലമൈനി എന്ന് പറഞ്ഞാലും 2 പേനകൾ. എന്താ വ്യത്യാസം? കലമാനി എന്ന് പറയുമ്പോൾ അത് റഫ് കിട്ടിയ രൂപമാണ്, കലമൈനി എന്ന് പറയുമ്പോൾ അത് നെസ്ബിൻ്റെയും ജെറിൻ്റെയും രൂപമാണ്. ഇവിടെ ഖലക്ക എന്ന് പറഞ്ഞതിന് ശേഷം, സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം എന്തിനെ സൃഷ്ടിച്ചു? 2 ഇണകളെ. അപ്പോൾ അത് മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനമാണ് വരിക. 2 ഇണകളെ സൃഷ്ടിച്ചു. 2 ഇണകളെ, അത് മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനം, ഒബ്ജക്റ്റിൻ്റെ സ്ഥാനമാണ്, കർമ്മത്തിൻ്റെ സ്ഥാനമാണ്. ഈ മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കണം. അപ്പോൾ അവിടെ ഈ ഖലക്ക എന്ന് കഴിഞ്ഞതിന് ശേഷം വരുന്ന പദം മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ട് അതിന് നെസ്ബ് കിട്ടിയ രൂപത്തിൽ ആവണം. അതുകൊണ്ടാണ് സൗജാനി എന്നെഴുതാതെ സൗജൈനി എന്നെഴുതിയത്. അത് ദക്കറ വൽ ഉൻസ മിൻ നുത്ഫത്തിൻ. മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടും. സാധാരണ കെസർ കൊണ്ടോ കെസർ തൻവീൻ കൊണ്ടോ ആണ് ജെറിനെ സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് നുത്ഫത്തിൻ അവസാനത്തിൽ കെസർ തൻവീൻ ഇട്ടത്. ഇസാ തുംന വ അന്ന അലൈഹിൻ നഷ്അത്തൽ ഉഖ്റ. നഷ്അത്തൽ ഉഖ്റ എന്ന് പറയുമ്പോൾ ആ നഷ്അത്തിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഉഖ്റ. സിഫത്താണ്, നഅത്താണ്. അതുകൊണ്ട് ആ നഷ്അത്ത് എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെ എഴുതണം ഉഖ്റയും. നഷ്അത്ത് എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ അലിഫ്ലാമുണ്ട്. അൻ നഷ്അത്ത. അൽ ഉഖ്റ അവിടെയും അലിഫ്ലാമുണ്ട്. പിന്നെ അവിടെ ഒരു സ്ഥലത്ത് ഉച്ചരിക്കുന്ന ലാമും ഒരു സ്ഥലത്ത് ഉച്ചരിക്കാത്ത ലാമും ആയത് അത് ലാമു ഷംസിയ ലാമുൽ ഖമരിയ എന്നുള്ള നിയമപ്രകാരമാണ്. ചില അക്ഷരങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഉച്ചരിക്കാത്ത ലാമിനെയാണ് എഴുതുക, ചില അക്ഷരങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഉച്ചരിക്കുന്ന ലാമിനെയാണ് എഴുതുക. അതുകൊണ്ടാണ് അൻ നഷ്അത്ത എന്ന് എഴുതിയപ്പോൾ ഉച്ചരിക്കാത്ത ലാമും അൽ ഉഖ്റ എന്ന് എഴുതിയപ്പോൾ ഉച്ചരിക്കുന്ന ലാമും ആയത്. ശരി, അപ്പോൾ രണ്ടിടത്തും അലിഫ്ലാമ് ചേർത്തിട്ടുണ്ട്. ഇനി രണ്ടും സ്ത്രീലിംഗ പദങ്ങളാണ്. അൻ നഷ്അത്ത എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ്, അൽ ഉഖ്റ എന്നുള്ളതും സ്ത്രീലിംഗ പദമാണ്. ഇനി നഷ്അത്ത എന്നുള്ളത് നെസ്ബ് കിട്ടിയ രൂപത്തിലാണ്, അൽ ഉഖ്റ എന്നുള്ളതും നെസ്ബ് കിട്ടിയ രൂപത്തിലാണ്. പക്ഷേ അവിടെ ഉഖ്റ എന്നുള്ളതിൻ്റെ നെസ്ബ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല.
അതിൻ്റെ അവസാനത്തിൽ ഒരു ഉച്ചരിക്കാത്ത യാ ഉണ്ട്. അതിനെ ഇല്ലത്തിൻ്റെ അക്ഷരം എന്നാണ് പറയുക, അലിഫ് മക്സൂറ എന്നൊക്കെ പറയും. ആ രൂപത്തിൽ ഉച്ചരിക്കാത്ത അക്ഷരങ്ങൾ വരുമ്പോൾ, ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോൾ അതിന് ഹർക്കത്തൊന്നും ചേരൂല. അതുകൊണ്ട് രോഗമുള്ള അക്ഷരം എന്നൊക്കെ ചിലപ്പോൾ അതിനെ പറയും. അതിൻ്റെ മേലെ ഹർക്കത്ത് താങ്ങാനുള്ള കഴിവ് അതിനില്ല, അതുകൊണ്ട് രോഗമുള്ള അക്ഷരം എന്നൊക്കെ പറയാറുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഉച്ചരിക്കാത്ത യാ വന്നതുകൊണ്ട് അവിടെ നമുക്ക് ഫത്ഹോ കസറോ ലമ്മോ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. ഏതാണോ വേണ്ടത് അതവിടെ സങ്കല്പിക്കുക. അപ്പോൾ നെഷ്അത്ത എന്നുള്ളതിൻ്റെ സിഫത്തായി വന്നതുകൊണ്ട് നെഷ്അത്ത എന്നുള്ളതിന് നെസ്ബ് കിട്ടിയ രൂപം ആയതുകൊണ്ട് ഉഹ്റ എന്നുള്ളതിനും നെസ്ബ് കിട്ടിയ രൂപം തന്നെയാണ്, അല്ലെങ്കിൽ നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് മനസ്സിലാക്കുക. വ അന്നഹു ഹുവ അഗ്ന വ അഖ്ന വ അന്നഹു ഹുവ റബ്ബു ഷിഅറ. റബ്ബു ഷിഅറ എന്ന് പറയുമ്പോൾ റബ്ബ് എന്നുള്ള ഇസ്മിനെ ഷിഅറ എന്നുള്ള ഇസ്മിലേക്ക് ചേർത്തു. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെ മുലാഫിൻ ഇലൈഹി എന്നാണ് പറയുക. ഇപ്പോൾ വീടിൻ്റെ വാതിൽ എന്ന് പറയുമ്പോൾ വാതിലിനെ വീടിലേക്കാണ് ചേർത്തിയത്, ബാബുൽ ബൈത്തി എന്നാണ് പറയുക. ബാബ് വാതിൽ, ബൈത്ത് വീട്. വീടിൻ്റെ വാതിൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബാബുൽ ബൈത്തി. അപ്പോൾ ആ ഏതിലേക്കാണോ ചേർത്തിയത് അതിന് ജെറ് കിട്ടും. ഇപ്പോൾ ബൈത്തി, ആ ബൈത്തിലേക്കാണല്ലോ ചേർത്തത്. കലമുൽ വലതി, കലമ് പേന, വലത് കുട്ടി, കുട്ടിയുടെ പേന എന്ന് പറഞ്ഞെങ്കിൽ കലമുൽ വലതി. അപ്പോൾ ആ വലത് എന്നുള്ളതിലേക്കാണ് ചേർത്തത്, അതിന് ജെറ് കിട്ടും. അതുകൊണ്ടാണ് വലതി അവസാനത്തിൽ കസറിട്ട് എഴുതിയത്. ഇതേപോലെ ഷിറായുടെ റബ്ബ്, ഷിറ നക്ഷത്രത്തിൻ്റെ റബ്ബ് എന്ന് പറയുന്നുണ്ടെങ്കിൽ റബ്ബു ഷിറ എന്ന് പറയുമ്പോൾ ആ റബ്ബിനെ ഷിറ എന്നതിലേക്ക് ചേർത്തു. ആ ഷിറ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. ഇവിടെ ഷിറ എന്നുള്ളത് തൊട്ട് മുമ്പ് നമ്മൾ ഉഹ്റ എന്നുള്ളതിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഷിറ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ഉച്ചരിക്കാത്ത അക്ഷരമുണ്ട്, ഇല്ലത്തിൻ്റെ അക്ഷരമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ജെറ് കിട്ടിയ അവസ്ഥയിലാണെന്ന് പറയാം, അല്ലെങ്കിൽ ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അവിടെ ജെറിന് വേണ്ടി കസർ ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, കാരണം ഇല്ലത്തിൻ്റെ അക്ഷരം അവസാനം വന്നു കഴിഞ്ഞാൽ അവിടെ ഹർക്കത്തൊന്നും കൊടുക്കാൻ പറ്റില്ല. ആ റബ്ബ് എന്നുള്ളതിനെ മുലാഫ് എന്നാണ് പറയുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.